ഇന്നലത്തെ തീട്ട മാസിന്റെ ബാക്കിയായിരുന്നു ഇന്നും ലൈവില്. രാവിലെ തന്നെ സിജോയുടെയും ജിൻഡോയുടെയും പറ, നിന്നെയൊക്കെ ഇവിടെ ഇട്ട് ഞാൻ മെഴുകിക്കുമടാ, പെടുത്തിക്കുമടാ, നീയൊക്കെ ബാക്കി ഞാൻ പറയുന്നില്ല. ജിൻഡോയുടെ ബുദ്ധി വിമാനമാണ്, റോക്കറ്റാണ്, അവനെ സമ്മതിച്ചേ പറ്റൂ. സിജോ എന്ന മത്സരാർത്ഥി സ്വയം തരം താണോണ്ടിരിക്കുകയാണ്. ജിൻഡോനെ ഇങ്ങനെ വെല്ലുവിളിച്ചും ഇമാതിരി തീ മാസം കാണിച്ച് 4 ആഴ്ച കൊണ്ട് ജിൻഡോ പുറത്താകുമെന്ന് പറയാൻ ഇവൻ ആരാണ്? ഓഡിയൻസ് ഇസ് കിങ്, അല്ലാതെ അപ്പി സിജോ അല്ല. ഓഡിയൻസ് തീരുമാനിക്കും സിജോ അവിടെ വാഴണോ വേണ്ടയോ എന്ന്. ഇനി സിജോ മോന് പുള്ളി ഭയങ്കര കിങ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ കൈ വെച്ചിരുന്നാൽ മതി. PR-നും കൊടുത്തിട്ട് വന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിച്ചാൽ പോരാ. ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ ഇമാതിരി തീട്ട വർത്താനം പറയുകയല്ല വേണ്ടത്. ശരിയാണ്, സിജോയ്ക്ക് നാക്കിന് 100 കിലോമീറ്റർ നീളമുണ്ട്, വായ്ത്താളം പഠിക്കാൻ മിടുക്കനാണ്, ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് സംസാരിക്കുമ്പോൾ ഒക്കെ. പക്ഷെ എന്തിനാണ് ഇങ്ങനെ വാക്കുകൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയാൻ മേലാത്ത ഒരാളെ ഇങ്ങനെയിട്ട് ബുളി ചെയ്യുന്നത്? ജിൻഡോയും മോശമൊന്നുമല്ല, സിജോ പറയുന്നതിന്റെ ബാക്കി തോന്നിയാസങ്ങൾ പറഞ്ഞ് ആ ഒരു ത്രാസ് ഈക്വൽ ആക്കുന്നത് ജിൻഡോയാണ്. കയ്യാങ്കളിയിലൊക്കെ കാര്യങ്ങൾ എത്തിയപ്പോ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്കൊക്കെ വിളിപ്പിച്ചു രണ്ടുപേരെയും. ഒരു കാര്യവുമില്ലാതെ ഒരു ഗ്രഡ്ജാണ് ഇവര് തമ്മിലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് ഫിസിക്കൽ അസോൾട്ട് ആണ് സിജോ ചെയ്തത്? ഫിസിക്കൽ അസോൾട്ട് എന്ന് നേരെ പറയാൻ പോലും അറിയാൻ മേലാത്ത ഒരു മനുഷ്യനാണ് ജിൻഡോ. ഫിസിക്കൽ അലേർട്ട് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഏതൊക്കെയോ സീസൺ കണ്ട് അതിൽ ആരൊക്കെയോ ചെയ്യുന്നത് കണ്ടിട്ടാണ് ജിൻഡോ ഈ പ്ലേ ഒക്കെ നടത്തുന്നത്. ഒരു കാര്യവും ഇല്ലാതെ മാത്രമല്ല, വെറുതെ കച്ചറമായാണ് ഇവരുടെ ഫൈറ്റ് ഒക്കെ. ബാത്റൂമിൽ വെച്ച് ആ ഒരു കയ്യാങ്കളി കേസൊക്കെ അത് ഇതൊക്കെ എന്തിനായിരുന്നു? കണ്ടന്റ് തരുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അതിൽ ഇത്തിരി ക്വാളിറ്റി ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു വഴക്ക് എപ്പോ കാണുന്നോ അപ്പൊ എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രഡ്ജ് വെക്കുന്നതും പോലെ വാ തുറന്ന സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കച്ചറ വർത്താനമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ ആലയുടെ ശക്തമായിട്ടൊരു വാർണിംഗ് രണ്ടുപേർക്കും കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ. ആരുടെയും പക്ഷം പിടിച്ച് ഞാൻ സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല ഈ ഒരു വിഷയത്തില്.